ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നടന്നിട്ടുള്ള ലാബ് അറ്റൻഡർ പരീക്ഷയുടെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഐഡന്റിഫൈ ദി പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദി അണ്ടർലൈൻ വേർഡ് ഇൻ ദി സെന്റൻസ് ബിലോ. ഷീ ഡാൻസ്ഡ് ഗ്രേസ്ഫുള്ളി ഇൻ ദ സ്പോട്ട്ലൈറ്റ് ഡ്യൂറിംഗ് ദി പെർഫോമൻസ്. ഓക്കെ, അപ്പൊ ഗ്രേസ്ഫുള്ളി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഗ്രേസ്ഫുള്ളി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ആഡ്വർബ് ആണ് അല്ലെ. അപ്പോ ഇവിടെ ഡാൻസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിയേനെ കുറിച്ച് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വാക്കാണ് ഗ്രേസ്ഫുള്ളി അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗ്രേസ്ഫുള്ളി എന്ന് പറയുന്ന ആഡ്വർബ് ആണ്. പിന്നെ നമുക്കറിയാം മിക്കവാറും LY വെച്ചിട്ട് അവസാനിക്കുന്നത് ആഡ്വർബ് ആണ്. പക്ഷെ അവിടെയും എക്സെപ്ഷൻ കേസുകളുണ്ട്. ബ്രദർലി, ഫ്രണ്ട്ലി എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, അതൊക്കെ അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദി ഫോളോയിങ് സെന്റൻസ്. യു ഹാവ് ഫിനിഷ് യുവർ ഹോംവർക്ക്. ഇവിടെ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? അപ്പോ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഹാവ് പ്ലസ് V3 ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് പിന്നെ ഒന്നും നോക്കാനില്ല, ഹാവിനെ അങ്ങനെ തന്നെ എടുക്കുക. എന്നിട്ട് ഒരു നോട്ടും കൂടെ ചേർത്തിട്ട് ആൻസർ ആയിട്ട് പറയാ. ഹാവ് ഇൻ ഡ്യൂ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ആൻസർ ഇസ് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ സെന്റൻസ് ദാറ്റ് ഹാസ് ബീൻ കറക്റ്റ്ലി ട്രാൻസ്ഫേർഡ് ഫ്രം ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ്. ഓക്കെ, ഐ റൈറ്റ് എ ലെറ്റർ. ഇതിന്റെ പാസീവ് ആണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ആക്റ്റീവിനെ പാസീവിലേക്ക് ആക്കുമ്പോഴും പാസീവിനെ ആക്റ്റീവിലേക്ക് ആക്കുമ്പോഴും ടെൻസ് മാറില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഇവിടെ കൊടുത്തിട്ടുള്ള ടെൻസ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആണ്. അപ്പൊ പ്രസന്റ് എന്ന് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ ഇസ് അല്ലെങ്കിൽ ആർ ആയിരിക്കും നമ്മുടെ ആൻസറിൽ വരിക. അപ്പൊ ഇവിടെ വേറെ ഒരു ഓപ്ഷനും അങ്ങനെ ഇല്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടി. ലെറ്റർ ഇസ് റിട്ടൺ ബൈ മീ ആണ് നമ്മുടെ ആൻസർ. പിന്നെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒക്കെ ഇന്റർചേഞ്ച് ചെയ്യണം അല്ലെ. എ ലെറ്റർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഐ എന്നുള്ളത് ബൈ മീ ആയിട്ട് വരും. പിന്നെ ഇവിടെ V3 ഫോം വരണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് ഇസ് എ സിനോണിം ഫോർ വിവിഡ്? ഓക്കെ, വിവിഡിന്റെ സിനോണിം ആണ് ചോദിച്ചിട്ടുള്ളത്. സിനോണിം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അതേ മീനിങ് വരുന്ന വാക്കാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്, വിവേഷ്യസ് അല്ലെ. വിവേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ എനർജറ്റിക് ആയിട്ടുള്ള. നമ്മൾ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. വിവയൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ നല്ല എനർജറ്റിക് ആയിരിക്കും അല്ലെ. ഈ ബൂസ്റ്റ്, വിവ അങ്ങനെയൊക്കെ ഓർക്കുക കേട്ടോ. വിവിഡ് എന്ന് പറഞ്ഞാൽ നല്ല ബ്രൈറ്റ് കളേർഡ് ആയിട്ടുള്ള, അതായത് വളരെ എനർജറ്റിക് ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് തന്നെയാണ് അവിടെയും വരുന്നത്. അപ്പോ ഇവിടുത്തെ വിവിഡിന്റെ സിനോണിം ആയിട്ട് വരുന്ന വാക്ക് ഇറ്റ് ഇസ് വിവേഷ്യസ് ആണ്. ഡൾ എന്ന് പറഞ്ഞാൽ വളരെ ബോറിംഗ് ആയിട്ടുള്ള, ഡൾ ആയിട്ടിരിക്കുക. ഡ്രേറി എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രേറി എന്ന് പറഞ്ഞാലും സാഡ് ആയിട്ടിരിക്കുക. ഓക്കെ, വിഷമിച്ചിരിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ഡ്രേറി. ലിത്താർജിക് എന്ന് പറഞ്ഞാലും ഡൾ ആയിട്ടിരിക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു അലർജി, ലിത്താർജിക് എന്ന് പറയുമ്പോൾ നമുക്ക് അലർജി ആയിട്ടൊക്കെ കണക്ട് ചെയ്യാം. അലർജി ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഡൾ ആയിട്ടൊക്കെ ഇരിക്കുന്നു ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഇട്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി ആന്റണിം ഓഫ് ദി വേർഡ് അർബെയിൻ. അർബെയിന്റെ ആന്റണിം, ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? റൂറൽ ആണ്. അർബൻ എന്ന് പറഞ്ഞാൽ നാഗരികമായിട്ടുള്ള, സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, പോളിഷ്ഡ് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഇതൊക്കെ ഇതിന്റെ സിനോണിം ആയിട്ട് പറയുന്ന വാക്കുകളാണ്. അർബന്റെ സിനോണിം ആയിട്ട് പറയുന്ന വാക്കുകളാണ് സൊഫിസ്റ്റിക്കേറ്റഡ്, പോളിഷ്ഡ് ഒക്കെ. ഓക്കെ, അല്ലെങ്കിൽ റിഫൈൻഡ്, ഇതെല്ലാം ഇതിന്റെ സിനോണിം ആയിട്ട് പറയുന്നതാണ്. അപ്പൊ അതിന്റെ ആന്റണിം ചോദിക്കുകയാണെങ്കിൽ റൂറൽ അല്ലെ. റൂറൽ എന്ന് പറഞ്ഞാൽ എന്താ? നാട്ടിൻപുറം അങ്ങനെയൊക്കെ മീനിങ് വരുന്ന ഒരു വാക്കാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, 86th വൺ. ഐഡന്റിഫൈ ദ വേർഡ് ദാറ്റ് മീൻസ് ദി ഓപ്പോസിറ്റ് ഓഫ് എക്സസീവ്. എക്സസീവിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. എക്സസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ധാരാളം അല്ലെ. അപ്പൊ എബണ്ടന്റ് എന്ന് പറഞ്ഞാൽ ധാരാളം, ലാവിഷ് എന്ന് പറഞ്ഞാൽ ധാരാളം, കോപ്പിയസ് എന്ന് പറഞ്ഞാൽ ധാരാളം, പ്ലെന്റി അല്ലെ. നമ്മൾ പറഞ്ഞില്ല ധാരാളം കോപ്പീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്ക് ഇറ്റ് മോഡറേറ്റ് ആണ്, ധാരാളം അല്ലാത്ത. ഇതാണ് ഒരു സാധാരണ രീതിയിൽ മോഡറേറ്റ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വിച്ച് വേർഡ് ഇസ് മോസ്റ്റ് സിമിലർ ടു റെസിലിയന്റ്? റെസിലിയന്റിന്റെ സിമിലർ ആയിട്ട് വരുന്ന വാക്കാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, റെസിലിയന്റ് എന്ന് പറഞ്ഞാല് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ഓക്കെ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, നമുക്ക് പിൻവാങ്ങാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയില്ല വളരെ ഫ്ലെക്സിബിൾ ആണെന്നൊക്കെ പറയില്ലേ, അതാണ് റെസിലിയന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ എന്താ? വീക്ക് ആയിട്ടുള്ള, ദുർബലമായിട്ടുള്ള അല്ലെ. ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ എളുപ്പം പൊട്ടാവുന്ന. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സിമിലർ ആയിട്ട് മീനിങ് വരുന്ന വാക്ക് അല്ലെങ്കിൽ വേർഡ് ഇറ്റ് ഇസ് ഫ്ലെക്സിബിൾ ആണ്. ഇനി അടുത്ത് നോക്കാം. ഫൈൻഡ് ദി വൺ വേർഡ് ഫോർ ദ സ്റ്റേറ്റ്മെന്റ്. ടു ചൂസ് നോട്ട് ടു യൂസ് എ വോട്ട് ഐദർ ഇൻ ഫേവർ ഓഫ് ഓർ എഗെയിൻ സംതിങ്. അതായത് നമ്മളിങ്ങനെ വിട്ടു നിൽക്കുക എന്ന് പറയില്ലേ, വോട്ട് ചെയ്യാണ്ട് വിട്ടു നിൽക്കുക, അതേ മീനിങ് വരുന്ന ഒരു വേർഡ് ഏതാണ്? എബ്സ്റ്റെയിൻ ചെയ്യുക കേട്ടോ. എബ്സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. എബോളിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? റദ്ദാക്കുക, വേണ്ടാന്ന് വെക്കുക അല്ലെ, എബോളിഷ് ചെയ്യുക. ഓക്കെ, എബ്സേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രിപ്പോസ്റ്ററസ്, ഫൂളിഷ്, അതാണ് എബ്സേർഡ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സെന്റൻസസ് യൂസ് കറക്റ്റ് സബ്ജക്ട് ഓർ എഗ്രിമെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്, ദ ടീം പ്ലേസ് വെൽ ടുഗെദർ. ഓക്കെ, അപ്പൊ ആ ടീമിനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കളിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഒറ്റ കൺസെപ്റ്റ് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്.
അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ദ ടീം പ്ലേസ് വെൽ ടുഗെദർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദി കറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി ഫോളോയിങ് സെന്റൻസ് ഫ്രം ഡയറക്റ്റ് ടു ഇൻഡയറക്ട് സ്പീച്ച്. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ള ഡയറക്ട് സ്പീച്ച് ആണ്. ഐ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ് ടുമാറോ ഷീ സെഡ്. അപ്പൊ ഇതിന് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? എന്തായാലും ഈ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് പാസ്റ്റിലാണ് അല്ലെ. അപ്പൊ നമുക്ക് ടെൻസ് മാറ്റാം ഇല്ല, ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ള ടെൻസ് നമുക്ക് മാറ്റാം. അപ്പോ അതേപോലെ തന്നെ ടുമാറോ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടുമാറോ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഫോളോയിങ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞു വരും അല്ലെ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്ഷൻ ഡിനെ എടുത്ത് എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ ടുമാറോ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി വിൽ അറ്റൻഡ് എന്ന് പറയുന്നത് എന്തായിട്ട് വരും? വുഡ് ആയിട്ട് വരും അല്ലെ. വിൽ എന്നുള്ളത് വുഡ് ആയിട്ട് വരും. ഓക്കെ, ബാക്കി രണ്ട് കേസുകളിലും വില്ല് തന്നെയാണ്. സോ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ ബി. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് അറ്റൻഡ് ദ മീറ്റിംഗ് ദ ഫോളോയിങ് ഡേ. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ 10 ക്വസ്റ്റ്യൻസ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും വൊക്കാബുലറിക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് വന്നേക്കാണ്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും വൊക്കാബുലറി നല്ല രീതിയിൽ പഠിച്ചിട്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എക്സാം എങ്ങനെയുണ്ടായിരുന്നു കൂടെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ താങ്ക് യു ഓൾ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.